ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു വാർത്തയാണ് ഗുസ്തി താരങ്ങളായിരുന്ന വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചുവെന്ന്. തങ്ങൾക്കുണ്ടായ റെയിൽവേയിലെ ജോലി പോലും രാജിവെച്ചിട്ട് ഈ മേഖലയിലേക്ക് പ്രവേശിച്ച വാർത്ത ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. കഴിഞ്ഞ നാളുകളിൽ അവർ ഉൾപ്പെട്ട് നിന്ന മേഖലയിൽ അവർ നേരിട്ട വലിയ പ്രതിസന്ധികളുണ്ട്. ശക്തമായ കോളിളക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കെ അതിനൊന്നും ഒരു പരിഹാരമുണ്ടാകാതെ ചെറിയ വ്യത്യാസത്തിന് അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിന് പോലും മെഡൽ നഷ്ടപ്പെട്ട സാഹചര്യമൊക്കെ ഫോഗട്ടിനുണ്ടായത് നമ്മൾ നേരത്തെ വീഡിയോയിലൂടെയൊക്കെ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത വിഷയമാണ്. എന്നാൽ അവർ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് വന്നപ്പോൾ ഇനി എന്താണ് അവരുടെ ഭാവി എന്നതിനെക്കുറിച്ച് ചിന്തിച്ചവർക്ക് ഒരു ഉത്തരമായിട്ടുണ്ട്. മാത്രമല്ല, ഇനി അവർ രാഷ്ട്രീയപദവിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും എങ്ങനെയാണ് എതിരാളികൾ ആ വിഷയത്തെ നോക്കിക്കാണുന്നതെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അവർ മുഖ്യമായി തങ്ങളുടെ എതിരാളിയായി ആരോപിക്കുന്ന വ്യക്തി അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അദ്ദേഹം നെഗറ്റീവായിട്ടൊന്നും കാര്യമായി പറഞ്ഞില്ല. ആ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ആ ഒരു തീരുമാനം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആർക്ക് എപ്പോഴും വേണമെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരാം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. മറ്റ് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും കായിക താരങ്ങളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലും അവരൊക്കെ ലോക്സഭ, രാജ്യസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ ഭരണപക്ഷത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരും കടന്നു വരുന്നത് തുടർന്നുള്ള അവരുടെ ഭാവി പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നൊരു കാര്യമായിട്ടല്ല പറയേണ്ടത്. ഒരുപക്ഷെ അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉയർന്നു വരേണ്ടെന്ന അവരുൾപ്പെട്ട് തന്നെ കായിക മേഖലയുണ്ട്. പക്ഷേ അവിടെ തങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അവഗണനകളും മറക്കുവാൻ ഈ ഒരു രംഗപ്രവേശം സാധ്യമാകുമെന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല, അതിനൊരു പുതിയ മാനം കൂടെ കൈവരുവാനായിട്ട് ഇടയായി തീരും. അതിന് ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നാലും രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിപ്പാൻ കിട്ടുന്ന മറ്റൊരു സന്ദർഭമായി അതിനെ വിനിയോഗിക്കാം. നേരത്തെയും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിൽ കടന്നുപോയി മത്സരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. ഇനിയിപ്പോൾ അത് രാഷ്ട്രീയത്തിലാണെന്നേ ഉള്ളൂ. പക്ഷേ അതിന് കുറച്ചുകൂടെ വ്യത്യസ്തതകളുണ്ട്, കുറച്ചുകൂടെ ചാലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രതീക്ഷകളുണ്ട്. തീർച്ചയായിട്ടും അവർക്കുണ്ടായ പ്രയാസങ്ങളൊക്കെ ഒരു സഹാനുഭൂതിയുടെയും അല്ലെങ്കിൽ അനുകമ്പയുടെയും ഒരു വോട്ടായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകളും ഇല്ലാതില്ല. എന്തുതന്നെയായാലും ഇവരുടെ രാഷ്ട്രീയ രംഗപ്രവേശം എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. നിശ്ചയമായി എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഒരു ദിവസങ്ങളിൽ കണ്ടറിയാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.